ഗ്രന്ഥകർത്താവൊന്നും അല്ല ബൈബിളിന്റെ. കാരണം ഈ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്, അതായത് ഈ ഉൽപ്പത്തി പുസ്തകം തന്നെ 19ാം അധ്യായത്തിലാണ് ഈ ലോത്തിന്റെ കഥ പറയുന്നത്. ഈ ലോത്തിന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഇൻസെസ്റ്റ് മാത്രമല്ല, അത് വലിയൊരു ഹോമോസെക്ഷുവാലിറ്റിയാണ് അവിടെ പ്രധാന വിഷയം. അതിൽ ഈ സോദോം ഗോമോറ 2 പട്ടണമുണ്ട്. ഈ 2 പട്ടണത്തിലും ആൾക്കാര് ഹോമോസെക്ഷൽ ദൈവം എന്ത് ചെയ്യും? ദൈവത്തിന്റെ ഓരോ ദൂതന്മാരെ വിടുന്നു. ഈ ദൂതന്മാര് വന്നിട്ട് അപ്പൊ അബ്രഹാം അത് പറയുന്നുണ്ട്, ഞാൻ 50 നീതിമാന്മാരെ കാണിച്ചു തന്ന അങ്ങ് നശിപ്പിക്കാതിരിക്കുമോ? അവസാനത്ത് കുറഞ്ഞു 10 വരെ വന്നിട്ട് പോലും അബ്രഹാമിനെ കാണിക്കാൻ പറ്റുന്നില്ല. ഈ ലോത്ത് മാത്രമേ അവിടെ നീതിമാനായിട്ടുള്ളൂ ഈ പട്ടണത്തിൽ. അങ്ങനെ ലോത്തിന്റെ വീട്ടിലേക്ക് ദൈവം കുറച്ച് ദൈവദൂതന്മാരെ അയക്കുന്നു. അത് അവരവിടെ താമസിക്കുന്നു. പക്ഷെ എന്താന്ന് ചോദിച്ചാൽ ആ നാട്ടിലുള്ള മുഴുവൻ ആണുങ്ങളും കൂടെ വരുക, വൃത്തന്മാര് വരെ വരുക, എനിക്ക് ഇവരുമായിട്ട് സുഖഭോഗങ്ങൾ ഏർപ്പെടണം, നീ ഇവരെ വിട്ടുതരാൻ. അപ്പൊ ലോകത്തിന്റെ ഒരു മാസ് ഡയലോഗ് ഉണ്ട്, ഇതിന്റെ അതിഥികൾ ഇവരെ തുടരുത്, ആൺ സ്പർശമേക്കാത്ത 2 പെൺകുട്ടികൾ എനിക്കുണ്ട്, നിങ്ങൾ അവരെ കൊണ്ടുവന്ന് എന്ത് വേണം ചെയ്തോളാൻ പറഞ്ഞേക്കുക. അപ്പൊ സ്വന്തം മക്കളെ. പക്ഷെ ഇവര് കൊണ്ടുപോകുന്നില്ല, കാരണം ഇവര് ഹോമോസെക്ഷൽ. ഒരു പക്ഷേ ലോകത്തിന് അറിയായിരിക്കും ഒരു ഹോമോസെക്ഷൽ ആണ്, അവർക്ക് ഇതിനോട് താല്പര്യം ഇല്ല എന്നൊക്കെ. എന്താണേലും അവര് കൊണ്ടുപോകുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇവരെല്ലാം കൂടെ തള്ളി തുറക്കുവാണ് ഈ വാതില്. അവസാനം പിന്നെ നമ്മൾ ഈ ചുരുളിക്കകത്ത് മറ്റൊരു ഇതെടുത്ത് വെടിവെക്കുന്ന പോലെ ഈ പറയുന്ന ദൂതന്മാരെല്ലാം കൂടെ ഇത് വാതിൽ തള്ളി അടയ്ക്കുന്നു. അവസാനം ലോകത്തിനോട് ഇറങ്ങി ഓടിക്കോളാൻ പറയുന്നു. പിന്നെ അവിടെ മുഴുവൻ നശിപ്പിക്കുക. പക്ഷെ ഇവരെന്നിട്ട് പോയിട്ടൊരു ഗുഹയില് അഭയം പ്രാപിക്കുന്നു. പക്ഷെ ഇവര് നമ്മളെ മുകളിൽ നിന്നൊരു ബേഡ് ഐ വ്യൂ പോലെ ഇവർക്കില്ല. ഇവർ ഈ രക്ഷപ്പെടുന്ന സ്ഥലത്തോട് ഓടുന്നുള്ളൂ, അവിടെ മുഴുവൻ നശിച്ചു. അപ്പൊ അവര് വിചാരിച്ചു പോകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ലോകത്ത് ആരും ഇല്ല. അപ്പൊ അന്നൊക്കെ പ്രധാനം പറഞ്ഞാൽ കുട്ടികൾ വേണം. അപ്പൊ അത് സർവൈവൽ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് കുട്ടികൾ പരമാവധി കുട്ടികളുടെ കൂടുതൽ പണി ചെയ്യും, കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കാൻ ചെയ്യാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകം 19ാം അധ്യായം 30 മുതൽ 38 വരെ വായിച്ചത് കൃത്യമായിട്ട് അറിയാം. മൂത്തവൾ ഇളവനോട് പറയുന്നു, ഇനി ആരും ഇല്ല നമ്മളുമായിട്ട് ബന്ധപ്പെടാൻ, വിധിപ്രകാരം ബന്ധപ്പെടാൻ ആരുമില്ല, അതുകൊണ്ട് നമുക്ക് അപ്പനെ വീഞ്ഞു കുടിപ്പിച്ച് കിടത്തിയിട്ട്, അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ആരും പറയുന്നില്ല. ഇപ്പം ഒരു ഡിബേറ്ററും പറയുന്നില്ല അത് നടന്നിട്ടില്ല. കാരണം അപ്പനെ വീഞ്ഞു കുടിപ്പിച്ച് കിടത്തിയിട്ട് നമുക്ക് അപ്പനുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് മൂത്തവള് ഒരു കുട്ടിയെ ഉണ്ടാക്കുന്നു, രണ്ടാമത്തവള് പിറ്റേ ദിവസം ബന്ധപ്പെടുന്ന കുട്ടിയെ ഉണ്ടാകുന്നു. ഇവര് 2 വംശങ്ങളായിട്ട് മാറുക, അമോന്യർ മൊവാബിയർ എന്ന് പറഞ്ഞ 2 വംശങ്ങളായിട്ട് ഇവര് മാറുകയും ചെയ്യുന്നുണ്ട്. ഇതിനെപ്പറ്റി കൃത്യമായിട്ട് ബൈബിൾ ഇൻസെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇൻസെസ്റ്റ് നടക്കുന്നുണ്ട്. അത് അവർക്ക് അത്ര വലിയ നാണക്കേടൊന്നുമില്ല ഇതിനെപ്പറ്റി പറയാം. പക്ഷെ ഒരുപക്ഷെ അന്നത്തെ കാലത്ത് ഇതൊരു വലിയൊരു ആളില്ലെങ്കിൽ, കുട്ടികൾ ഉണ്ടാവാൻ വരാൻ സാധ്യതയില്ലെങ്കിൽ ഇൻസെസ്റ്റിനെ പറ്റി പറയുന്നതിന് വലിയ നാണക്കേട് വന്നില്ല.